15 മാസം നീണ്ടുനിന്ന ഏറ്റുമുട്ടലുകൾക്കൊടുവിലാണ് ഇസ്രയേൽ ഹമാസ് സമാധാന കരാർ പ്രാബല്യത്തിൽ വരുന്നത്. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തോടെ തുടങ്ങിയ സംഘർഷം മധ്യപൂർവേഷ്യയെ മുഴുവൻ അസ്ഥിരമാക്കി. പിഞ്ചുകുഞ്ഞുങ്ങളടക്കം ആയിരങ്ങൾക്കാണ് യുദ്ധത്തിൽ ജീവൻ നഷ്ടമായത്. സാധാരണക്കാരായ ആളുകൾക്ക് ജീവിതമില്ലാതായി. 2023 ഒക്ടോബർ 7-നായിരുന്നു ഇസ്രയേലിനെതിരെ ഹമാസ് സായുധ സംഘത്തിന്റെ ആക്രമണം. 1200-ലധികം ഇസ്രയേലികളാണ് കൊല്ലപ്പെട്ടത്. 250-ലേറെ പേരെ ബന്ദികളാക്കി. ചരിത്രത്തിലെങ്ങും ഇസ്രയേൽ കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധി ഘട്ടമായിരുന്നു അത്. പ്രതിരോധ സംവിധാനം പോലും നിഷ്ഫലമായി. വെടിനിർത്തലിന്റെ ആദ്യ ദിവസം 90 പേരെ മോചിപ്പിക്കുമെന്ന് ഇസ്രയേൽ ഉറപ്പു നൽകിയിരുന്നു. നവംബർ 21-ന് 7 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ. ബന്ദികളെ പരസ്പരം കൈമാറി. പക്ഷേ ഡിസംബർ 1 മുതൽ ആക്രമണം പൂർവാധികം ശക്തമായി. തെക്കൻ ഗാസയിൽ കരയുദ്ധവും ഇസ്രയേൽ ആരംഭിച്ചു. ഡിസംബറിന്റെ തുടക്കം സമാധാന ശ്രമങ്ങളുടേതായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ ചർച്ചകൾ നടത്തി. ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ചു. 46,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഒടുവിൽ 15 മാസങ്ങൾക്കിപ്പുറം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് അംഗീകാരം ലഭിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.